ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു കിടിലൻ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ കുറേ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു റെസിപ്പി ഉണ്ട്, വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ മൊത്തത്തിൽ കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ആദ്യം ഞാൻ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് പേര് എപ്പോഴും പറയാറുണ്ട് നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ളൊരു അടിപൊളി കറി റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ കോവയ്ക്ക് വെച്ചിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കോവയ്ക്ക കുറച്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള എടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. റൗണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കോവയ്ക്ക് നമ്മൾ ആദ്യം ഒന്ന് വറുത്തെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കറി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. വേറെ ഒന്നും മസാലപ്പൊടികളൊന്നും ചേർക്കണ്ട. ഒന്ന് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വല്ലാണ്ട് എന്താ പറയുക, കളറൊന്നും മാറൊന്നും വേണ്ട. അപ്പോൾ ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒന്ന് കോരി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം ഈ ഒരു കോവയ്ക്കൊക്കെ പകരം നിങ്ങൾക്ക് വെണ്ടയ്ക്ക എടുക്കാം, അതുപോലെ കയ്പക്ക എടുക്കാം കേട്ടോ. ഈ 3 ഐറ്റം വെച്ചിട്ട് ഇത് നല്ല അടിപൊളി കറിയാണ്. ഇനി ആ എണ്ണയിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിയ ശേഷം കറിവേപ്പില, ഉണക്കമുളകൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനതൊന്നും ഇട്ടിട്ടില്ല. ഇനി അതിലേക്ക് ഞാൻ 3 തക്കാളി ഇതുപോലെ അരിഞ്ഞെടുക്കുക. നമ്മൾ തക്കാളി കറിയൊക്കെ ഉണ്ടാക്കുമ്പം അരിയുന്ന പോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഇനി വെള്ളമൊന്നും ഇപ്പോൾ ചേർക്കരുത് കേട്ടോ. ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ചേർക്കണ്ട. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് വെള്ളം ഇപ്പം ചേർക്കരുത്. അറിയുണ്ടാവും, തക്കാളി കറിയൊക്കെ ഉണ്ടാക്കുമ്പം ആദ്യം തന്നെ വെള്ളം ചേർക്കരുത്. എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതായത് ഉപ്പ് ചേർത്ത് കുറച്ച് നേരം നമ്മൾ അടച്ച് വെക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് ഉടഞ്ഞു വരും, തക്കാളി കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ നമുക്ക് അത്രയും നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം, ഒന്ന് ഉടഞ്ഞു വരട്ടെ. അപ്പോൾ തക്കാളി ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, ഏകദേശം ഒന്ന് ഉടഞ്ഞു വരുന്നുണ്ട്. ഇപ്പോഴൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കും ചെയ്യരുത്. നന്നായിട്ട് ഉടച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളമാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ കഞ്ഞിവെള്ളം ഇല്ല എന്നാണെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി തക്കാളിയുടെ കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു സ്പാറ്റിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക ചെറുതായിട്ടൊക്കെ. അപ്പോൾ അത് നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മാത്രം മതി കേട്ടോ. ഒരുപാട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലൂസായിട്ടുള്ള കറിയാവും. കുറച്ച് മാത്രം മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വെള്ളം തിളയ്ക്കണം. തിളച്ച ശേഷം നമുക്കിതുപോലെ കയ്പക്ക ഫ്രൈ ആക്കിയതാണെങ്കിൽ കയ്പക്ക ഫ്രൈ ആക്കി എടുക്കാം, അല്ലെങ്കിൽ വെണ്ടയ്ക്കാണെങ്കിൽ അത് ഫ്രൈ ആക്കി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ കോവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. കോവയ്ക്ക എനിക്ക് ഫാംസ് ഗേറ്റിൽ നിന്ന് ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, നാട്ടിലെ കോവയ്ക്ക. നല്ല ഫ്രഷ് ആയിട്ടുള്ള കോവയ്ക്കായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ സാധാരണ കോവയ്ക്ക വാങ്ങിക്കാറില്ല. നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നൊരു സംഭവമാണിത്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ നേരിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാതെ ഇടുവാണെങ്കിൽ എത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഫ്രൈ ചെയ്തിട്ട് ഇട്ടാലേ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഒരു മിനിറ്റൊക്കെ ഒന്ന് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ കറി എന്താ പറയുക, ഭയങ്കര ലൂസാവരുത്, കുറച്ചൊരു കട്ടി വേണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു കറി ദോശയുടെ കൂടെ അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കിടിലൻ കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റ് കേട്ടോ. വെണ്ടയ്ക്കേൻ്റെ അതേ ഒരു ടേസ്റ്റിൽ വരുന്നുണ്ട് നമ്മൾ കോവയ്ക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ തന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കുറച്ചൊന്ന് എണ്ണ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞ പോലെ തോന്നും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കറിവേപ്പില എൻ്റെ അടുത്ത് ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് കറിവേപ്പില അതുപോലെ ഉണക്കമുളകൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. അധികം ചേരുവകളൊന്നും ചേർക്കാനില്ല. ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ വരുന്ന കറിയാണ്. അപ്പോൾ അത് ഞാൻ പുറത്ത് പോയി വന്ന ശേഷം നമ്മൾ കുറച്ച് എന്താ പറയുക, ഇനിയും വീണ്ടും പുറത്തുനിന്ന് കഴിക്കണ്ടല്ലോ വെച്ചിട്ട് വീട്ടിലേക്ക് വന്ന ശേഷമാണ് ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് സിമ്പിളായിട്ടുള്ള കറികളല്ലേ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉണ്ടാക്കിയുള്ളൊരു കറിയാണ്. ചോറ്, കറി, പിന്നെ സൈഡ് ഡിഷുകളൊക്കെ ഞാൻ നമുക്ക് വീഡിയോ കണ്ടിട്ട് ലാസ്റ്റ് കാണാം. ഓക്കെ.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു നാട്ടിലേക്ക് സ്ഥിരമായിട്ട് പോവുകയാണെന്ന്. അപ്പോൾ ഇൻഷാല്ല ഇപ്പോൾ പോകുന്നത് വെക്കേഷനാണ്. ഇക്കും ഞങ്ങളും എല്ലാവരും കൂടി പോയിട്ട് ഇൻഷാല്ല 1 മാസം കഴിഞ്ഞിട്ട് തിരിച്ച് വരണം എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഉമ്മൽക്കുമേൽ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഒരുപാടായിട്ട് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും കൊണ്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ അടുത്തെങ്ങാനും ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പം അവിടുന്ന് ഒന്ന് കണ്ടെന്നല്ലാണ്ട് 5-8 മാസങ്ങളായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒന്ന് അവളെ കാണണം. പിന്നെ അവളുടെ ഹസ്ബൻഡിൻ്റെ ഉപ്പിയമ്മയൊക്കെ വന്നിട്ടുണ്ട്, നാട്ടിൽ നിന്ന് കുറച്ചായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊന്നും കണ്ടിട്ടില്ല. പിന്നെ അവർ പുതിയ റൂമിലോട്ട് മാറി, ആ ഒരു വില്ലയും കണ്ടിട്ടില്ല. 5-8 മാസമായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് കേട്ടോ. അപ്പം അവരെയും കൂടി കണ്ടിട്ട് ഒന്ന് നാട്ടിലേക്ക് പോവുമല്ലേ, പോകുന്നതിന് മുമ്പ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഉമ്മൽക്കുവനിൽ ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷേ ചെറിയ ബേബി ഉള്ളതുകൊണ്ട് അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല, ഞങ്ങൾ അങ്ങോട്ടേക്കും പോയിട്ടില്ല. അപ്പോൾ ഇതാണ് ആൾ, ഷഫ്രീൻ. അറിയുന്നുണ്ടാവും, ഞാൻ കുറച്ച് മുമ്പൊക്കെ വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിപ്പോൾ അടുത്താണ് ഇങ്ങോട്ടേക്ക് മാറി. അടുത്തെന്ന് പറഞ്ഞാൽ ഒരു 5-8 മാസമായി ഇങ്ങോട്ടേക്ക് മാറിയിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല ഇപ്പോൾ അടുത്തൊന്നും. നല്ലൊരു വില്ലയാണ് ഇവിടെ. പിന്നെ ഞങ്ങൾ ചിലപ്പോൾ റൂം മാറാൻ ചാൻസ് ഉണ്ട്, നാട്ടിൽ പോയി വന്നിട്ട് ഇൻഷാല്ല. അപ്പം ഇവിടെ റൂം വേക്കൻ്റ് ആണെന്ന് അറിഞ്ഞു, പക്ഷേ കാണാൻ പറ്റിയില്ല. അപ്പോൾ അതും കൂടി കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നായിരുന്നു. പിന്നെ ഷെഫ്രിൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ നമ്മുടെ ഐഷസ് കിച്ചൻ്റെ ഒരു കട്ട വ്യൂവറാണ്. എപ്പോഴും കാണാറുണ്ട്, വള്ളി പുള്ളി വിടാതെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഉമ്മാക്ക് നന്നായിട്ട് അറിയാം. ഷെഫ്രീനേക്കാളും കൂടുതലും ഉമ്മാക്കായിരിക്കും അറിയുന്നത്. അപ്പോൾ ഉമ്മ എന്നെ ആദ്യമായിട്ട് കാണുകയാണ്. ഉമ്മ വന്നപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നാട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ പോകുന്നതിന് മുമ്പ് ഒന്ന് കാണണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നെന്നുള്ളൂ. അപ്പോൾ ഇവരുടെ വില്ല എന്ന് പറയുമ്പം താഴെയാണ് ഹാളും കിച്ചണും, അവിടെ ഒരു ബാത്റൂമുണ്ട്. പിന്നെ മുകളിലാണ് ബെഡ്റൂമൊക്കെ ഉള്ളത്. ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും മുകളിലാണുള്ളത്. അപ്പോൾ പെട്ടെന്നാണ് ഞാൻ വീട്ടിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ആളുകൾ വരുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ലായിരിക്കും ചിലപ്പോൾ. അപ്പം ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊക്കെ എടുത്തിട്ടുള്ളൂ വീഡിയോ. മുകളിലേക്ക് സ്റ്റെയർസ് കഴിഞ്ഞ് നെക്സ്റ്റ് തന്നെ 2 ബെഡ്റൂമാണുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. അപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഷഫ്രീൻ്റെ മക്കളൊക്കെ കളിക്കാൻ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരു മോനും ഒരു മോളുമാണുള്ളത്. അപ്പോൾ ഞങ്ങൾ പോകാൻ നേരമാണ് അവർ തിരിച്ച് വന്നത്. ഇവിടെ വില്ല ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട് കുട്ടികൾ കളിക്കാനൊക്കെ. റോസിന് ഭയങ്കര കംപ്ലൈൻറ്റ് അതൊക്കെ കേട്ടിട്ട്. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പോകാൻ നേരമായിരുന്നു. ഷഫ്രീൻ്റെ മക്കൾ പുറത്തുനിന്ന് കളിയൊക്കെ കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ ഇതാണ് മോള്. അപ്പം ഞങ്ങൾ നാട്ടിലേക്ക് പോയി വന്ന ശേഷമാണ് റൂം ഷിഫ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഒന്നും പ്ലാൻ ആയിട്ടില്ല, ചെറുതായിട്ടൊരു ഷിഫ്റ്റിങ് വിചാരിക്കുന്നുണ്ട്. കിച്ചൺ കുറച്ചുകൂടെ വലുപ്പത്തിലുള്ളത് നോക്കണം എന്നാണ് പ്ലാന്. അപ്പോൾ അതാണ് പ്രശ്നം, ഇവിടെ കിച്ചൺ അത്ര വലുപ്പമില്ല.
ഇപ്പം കുറച്ചും കൂടെ വലുപ്പം കിട്ടി. നമ്മൾ ഫുൾ ടൈം ഇപ്പോൾ കിച്ചണിലാണല്ലോ, അപ്പം കുറച്ചുകൂടെ വലുപ്പം കിട്ടിയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇപ്പോൾ ഉള്ളത് റൂമിൽ. അപ്പോൾ അതുകൊണ്ടാണ് റൂം മാറുന്നത്. അപ്പം ചിലപ്പം പോയി വന്ന ശേഷം മാറാൻ ചാൻസ് ഉണ്ട്, നല്ലത് കിട്ടിയാൽ കേട്ടോ. അപ്പം എവിടെയെങ്കിലും ഉണ്ടെങ്കിലും നല്ലത്, അങ്ങനെ കിച്ചൺ നല്ല സൗകര്യമുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം, ഉമ്മൽക്ക് വേണ്ടി തന്നെ കേട്ടോ. പിന്നെ അവിടുന്ന് പോന്നു. പിന്നെ നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അതായത് നാട്ടിലേക്കുള്ള ഷോപ്പിംഗ് തന്നെയാണ്. കാര്യമായിട്ട് സ്റ്റാർട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കുഞ്ഞിനെ കൊണ്ടും പിന്നെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ തന്നെ വല്ലാണ്ട് ഷോപ്പിങ്ങിനൊന്നും പറ്റില്ല. അപ്പം കുറേശ്ശെ ഡെയിലി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്നുള്ള പ്ലാനിലാണ്. പിന്നെ വല്ലാണ്ടൊന്നും ഇപ്പം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുമില്ല, കാരണം എല്ലാം കൂടി നമുക്കിപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ. പെട്ടികളൊക്കെ കൂടി അതൊന്നും ശരിയാവില്ല. അപ്പം അത്യാവശ്യമുള്ള സാധനങ്ങൾ കൊണ്ട് പോകണമെന്നാണ് പ്ലാന്. പിന്നെ അതുപോലെ വേറെ നല്ല രസമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഇപ്പം ഒരു തവണയെങ്കിലും ഒന്ന് വോട്ട് ചെയ്യണമെന്ന്. ഇത്രയും കാലമായിട്ട് ഞാൻ ഇതുവരെയായിട്ട് വോട്ട് ചെയ്തിട്ടില്ല. എല്ലാ പ്രാവശ്യവും ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞാനിവിടെ ആയിരിക്കും. അപ്പം ഇത്തവണ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇത്തവണയെങ്കിലും ഒന്ന് വോട്ട് ചെയ്യണമെന്ന്. കാരണം വേറെ ഒന്നല്ല, എൻ്റെ മാമൻ മത്സരിക്കുന്നുണ്ട്. അതും ഞങ്ങളുടെ വീടിൻ്റെ അവിടെയാണ് മത്സരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു വോട്ട് കിട്ടുമായിരുന്നെങ്കിൽ, അതും മാമൻക്ക് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് ഒരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അതും നടന്നില്ല. അതും ഭയങ്കര ഒരു സങ്കടമുണ്ട്. എന്തായാലും എൻ്റെ വോട്ടിങ്ങിൻ്റെ ആഗ്രഹവും നടക്കും, അതുപോലെ മാമൻക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ അതും ഒരു സന്തോഷമല്ലേ. അപ്പോൾ വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നെപ്പോലെ ആരെങ്കിലും ഇതുപോലെ ഇത്രയും വർഷങ്ങളായിട്ട് ഒരു തവണ പോലും വോട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഒരു സമാധാനത്തിന്. എപ്പോഴും വീട്ടിലുള്ളവരൊക്കെ കളിയാക്കും, അനിത്യമൊക്കെ കളിയാക്കുന്നതാണ്. അനിത്യമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും കാലമായിട്ട് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കുന്നതാണ്. എന്താ ചെയ്യുക, നമുക്ക് ആ സമയത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അപ്പം ചെറുതായിട്ടൊക്കെ എന്തൊക്കെയോ എടുത്തിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് വേഗം വീട്ടിലേക്ക് പോവുകയാണ്. റൂമിൾക്ക് ഫുഡ് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം ഞാൻ ഫുഡൊന്നും കരുതിയിട്ടില്ലായിരുന്നു. അപ്പോൾ ദാ ഇവിടെ ഇപ്പോൾ ഒരു കൂപ്പൺ വന്നിട്ടുണ്ട്, അതായത് നമ്മുടെ ഭാഗ്യപരീക്ഷണം. വെറുതെ ഒരു രസം, അത്രയേ ഉള്ളൂ. ഇത്രയും കാലമായിട്ട് നമ്മൾ ഒരുപാട് കൂപ്പണൊക്കെ ഇതുപോലെ എടുത്തിട്ടുണ്ട്, ഇതുവരെയായിട്ട് ഒരെണ്ണം പോലും അടിച്ചിട്ടില്ല കേട്ടോ. അപ്പം അത്രയും ഭയങ്കര ഭാഗ്യമാണ്. അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പറയാം, ഇങ്ങനത്തെ ഈ ഒരു പരിപാടിക്കൊന്നും നമുക്ക് എനിക്കും മക്കൾക്കും ഹസ്ബൻഡൊന്നും ഇതുവരെയായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. അത് ചിലർക്കൊക്കെ ഭയങ്കര ഭാഗ്യമായിട്ടോ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ. അപ്പം റീനും റോസും ഞാനും എല്ലാവരും ഓരോന്ന് സെലക്ട് ചെയ്തു, പക്ഷേ ഒന്നിലും ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈമാണ് വന്നത്. അങ്ങനെ പിന്നെ വീട്ടിലോട്ട് പോയി. തൊട്ടടുത്ത് തന്നെയാണ് വീട്. പിന്നെ അവിടുന്ന് ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ കാണിച്ചു. ചോറ് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ രസം അതും നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിയാണ്. ഉച്ചത്തേക്കുള്ളതിൻ്റെ ബാക്കിയായിരുന്നു. പിന്നെ കറി മാത്രം കറിയും ഉപ്പേരി ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ കറി ഇന്ന് ഫുൾ വെജിറ്റബിൾസ് ആക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളിങ്ങനെ എപ്പോഴും ഇറച്ചി മീനും തന്നെ ആകുമ്പോൾ ഭയങ്കര ബോറിങ്ങാണ്. അപ്പം രസവും, വെളുത്തുള്ളി രസമാണത്, ഒരുപാട് തവണ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന റെസിപ്പി. വെളുത്തുള്ളി രസവും പിന്നെ ഈ കോവയ്ക്ക മുളക് കറിയും. നമ്മൾ കോവയ്ക്ക മുളകിട്ടെന്ന് പറയും കേട്ടോ, മുളക് കറിയും. പിന്നെ ചേന വറ്റിച്ചതും. പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ടതുണ്ട്. നെല്ലിക്ക പിന്നെ ഫാംസ്കേറ്റിൽ നിന്ന് കൊടുത്തയച്ചപ്പം ഒരുപാടുണ്ടായപ്പം ഞാൻ പിന്നെ വേഗം ഉപ്പിലിട്ട് വെച്ചു, അല്ലെങ്കിൽ പിന്നെ കേടുവരും, ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്കല്ലേ. അപ്പം അതുപോലെ കോവയ്ക്ക, ചേന, ഇതൊക്കെ നാട്ടിൽ നിന്ന് ഫാംസ്കേറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ ഡിന്നറ്. പിന്നെ ഇന്നൊരു അൺബോക്സിങ് കൂടിയുണ്ട്. കുറച്ച് മുമ്പേ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നും ഇങ്ങനെ അൺബോക്സിങ് ഇടുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം കൂടി ഇടാത്തതാണ്. അപ്പോൾ ഇത് റോസുനായിരുന്നു സ്പെഷ്യലായിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണുള്ളത് റോസ് തന്നെ ഓപ്പൺ ചെയ്ത് കാണിക്കും.
അപ്പോൾ ഇത് ഹാൻഡ് മെയ്ഡാണ് കേട്ടോ എല്ലതും. അപ്പം ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റംസ് ആയിരിക്കും ഇതൊക്കെ. അപ്പോൾ എന്തൊക്കെയാണെന്നെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് റീനുൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മയുടെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക പരിചയമുള്ള ആളുകളാണ്. അപ്പം അവർ എനിക്ക് അയച്ചു തരാൻ കാരണം അവരത് ചെറിയൊരു സംരംഭമായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ സംഭവം അടിപൊളിയാണ്. ഞാനിപ്പം ഇത് എന്താ പറയുക നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള കാരണം അതുതന്നെയാണ്. ഗ്ലിറ്റേഴ്സ് എന്നാണ് അവരുടെ ഇൻസ്റ്റാ പേജിൻ്റെ പേര്. അപ്പോൾ ഇവരുടെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഇസ്ലാമിക് ഡോൾസ്, അതുപോലെ ചെറിയ കുട്ടികൾ തൊട്ടിട്ട് വലിയ ആൾക്കാർക്ക് വരെയുള്ള ഹെയർ ആക്സസറീസൊക്കെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ അതായത് നമ്മുടെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മുടെ ഓരോ ഡ്രസ്സിനൊക്കെ അനുസരിച്ച് നമുക്ക് മാച്ച് ചെയ്തിട്ടുള്ള ഹെയർ ആക്സസറീസൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം എന്താ പറയുക ഒരു ചെറിയൊരു സംരംഭമാണ്. അപ്പം നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, നല്ലതാണെങ്കിൽ. ഓക്കെ, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ ജസ്റ്റ് അവരുടെ ഇൻസ്റ്റാ പേജൊക്കെ നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം 3 പെൺകുട്ടികളാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഈ മുടിയിൽ വയ്ക്കാനുള്ള സംഭവങ്ങൾ എങ്ങനെയായാലും ഒരുപാട് ആവശ്യമുണ്ടാവും. അപ്പം ഇങ്ങനെ ഉള്ള നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് കാണുമ്പം എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. റോസുവിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൾ എല്ലാതും അവൾക്ക് ഓക്കെ ആവുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ഇപ്പോൾ കൊടുത്തു വിട്ടിട്ടുള്ളത്. എല്ലാതും ഹെയർ ബൻസ് ആണെങ്കിലും എല്ലാതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൽ ഒരെണ്ണം ഞാനിപ്പം കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ റോസിൻ്റെ മുടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഐറ്റംസൊക്കെ നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ ഡ്രസ്സിനും മാച്ച് ആയിട്ടുള്ള സംഭവങ്ങൾ. ഇതാണ് ഞാൻ റോസിന് വെച്ച് കൊടുത്തത്, പിങ്ക്. അപ്പം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസൊക്കെ തന്നെയാണ് അവർ കൊടുത്തു വിട്ടിട്ടുള്ളത്. അപ്പം ഗ്ലിറ്റേഴ്സ് എന്നാണ് ഇൻസ്റ്റാ പേജിൻ്റെ പേര്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യൂ കേട്ടോ. പിന്നെ എനിക്ക് കിട്ടുന്ന ഗിഫ്റ്റ് ഇനിയിപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എനിക്ക് അത് മറ്റുള്ളവർക്ക് ഉപയോഗമാവുമെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് വീഡിയോയിൽ ഷെയർ ചെയ്യും. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്തിനാ എല്ലാ ഗിഫ്റ്റും ആക്സെപ്റ്റ് ചെയ്യുന്നത്, എന്തിനാ എല്ലാതും ഇങ്ങനെ വീഡിയോയിൽ ഇടുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് കുറേ ഗിഫ്റ്റ് ഇട്ടുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പം ഇത് കാണിച്ചിട്ട് എനിക്ക് എന്താ ഗുണമുള്ളത് അത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷേ ഇതുകൊണ്ട് ചിലപ്പം എനിക്ക് തന്ന വ്യക്തിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാ അത് വലിയൊരു കാര്യമല്ലേ. ചോറുണ്ട്, ചോറ് തരാം. ഇവിടെ ചോറ് ഞാൻ സ്പൂണിട്ട് തരാം. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? നിനക്ക് വിശക്കുന്നില്ലേ? വിശക്കുമ്പോൾ ചോറാണ് കഴിക്കല്ലേ. വാ, ചോറ് വാങ്ങിച്ചോ. സ്പൂൺ അപ്പോൾ ഇവിടുന്ന് ഓക്കെ 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 ഇവിടുന്ന് ചോക്ലേറ്റും കഴിക്കാൻ പാടില്ല കേട്ടോ. ചോക്ലേറ്റ് അപ്പോൾ കൊറോണ ആകുമ്പോൾ കഴിക്കാൻ പാടുണ്ടോ? നടക്ക് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ഫീഡ്ബാക്ക്സ് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വ്ളോഗുമായിട്ടോ വീഡിയോയുമായിട്ടോ റെസിപ്പിയുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.